നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്കറിയാവുന്നതാണ്, അനന്തമായ വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ അധിവസിക്കുന്നത്. ദിനം പ്രതി പല രീതിയിലുള്ള ആ വിസ്മയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി വരാറുണ്ട്. ആകാശത്ത് ദിവസവും ഭഗവാൻ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ ഉണരുന്നുണ്ട്. രാത്രിയിൽ ഭഗവാൻ ചന്ദ്രനും നക്ഷത്രങ്ങളും തെളിയുമ്പോൾ നമ്മളുടെ ഈ ഒരു പ്രകൃതി ശാന്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്നാലോ ഈ ദിവസം മുഴുവൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രം ഏതാണ് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമാണ്. പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്, കൺഫ്യൂഷൻ വരെ വരാറുണ്ട്, ഏത് നക്ഷത്രമാണ് എന്നതോർത്ത്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പകൽ സമയത്ത് നമ്മൾ കാണുന്ന ഒരേ ഒരു നക്ഷത്രം അത് ഭഗവാൻ സൂര്യൻ മാത്രമാണ്. അപ്പോൾ സൂര്യൻ ഒരു ഇടത്തരം നക്ഷത്രമാണ്. എന്നാൽ ജ്യോതിഷപരമായി ചിന്തിച്ചാൽ നമ്മൾ മനുഷ്യർ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്ര മണ്ഡലത്തെയാണ് നമ്മുടെ ജന്മനക്ഷത്രം ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ജന്മനക്ഷത്രം എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ കാത്തിരുന്ന പ്രധാന ചോദ്യത്തിലേക്ക് വരാം. അതായത് ആകാശത്ത് നാളെ ഉദിച്ചു വീഴുന്ന നക്ഷത്രം ഏതാണ്, അത് എപ്പോഴാണ് ഭൂമിയിലേക്ക് പ്രകടമാകുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എന്ത് മാറ്റത്തെ ആയിരിക്കും പ്രകടമാക്കുന്നത്? ജ്യോതിഷ ഗണിതപ്രകാരം നാളെ, അതായത് 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ചയാണ് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നത് ഭരണി നക്ഷത്രം ആയിരിക്കും. അപ്പോൾ നാളെ സൂര്യോദയം മുതൽ തന്നെ ഭരണി നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലാണ് ഭൂമി ഉണരുന്നത്. അപ്പോൾ ഈ ഒരു ഭരണി നക്ഷത്രം എപ്പോൾ വരെ ഉണ്ടാകുമെന്ന് കൃത്യമായി പറഞ്ഞു തരാം. നാളെ രാത്രി 8:13 വരെ ആകാശത്ത് ഭരണി നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കും നമ്മൾ. അതിനുശേഷം അടുത്ത നക്ഷത്രം വന്നു ചേരും, അതായത് കാർത്തിക നക്ഷത്രം ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നാളത്തെ പകൽ മുഴുവൻ ഭരണി നക്ഷത്രത്തിൻ്റെ ഊർജ്ജമാണ് നമ്മുടെ ഭൂമിയിൽ പ്രവഹിക്കുന്നത്. ആ ഊർജ്ജത്തിലൂടെ ആയിരിക്കും നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചില രാശിക്കാർ, അതിൽ വരുന്ന നക്ഷത്രക്കാർ കടുത്ത മാനസിക വിഷമങ്ങളിലൂടെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ശുഭകരമായ എന്തെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതായ കാര്യമുണ്ടോ? അതോ വീണ്ടും പഴയതുപോലെ ആണോ വരാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകാശത്ത് സംഭവിക്കുന്ന അപൂർവ ഗ്രഹവിന്യാസം ദുഃഖങ്ങളുടെ മേൽ ഒരു അറുതിയായിട്ട് വന്നു ചേരാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് തീ പോലെ നിൽക്കുന്ന അവസ്ഥയ്ക്ക് ഭഗവാന്റെ ഒരു കരുതൽ വന്ന് ആ തീയെ ശാന്തമാക്കാൻ പോകുന്നു. ചെറിയ വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീണ് നമ്മുടെ മേലുള്ള ആ തീയുടെ താപത്തെ ഭഗവാൻ കുറയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ അധ്യായം ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ഗ്രന്ഥവിശകലനമാണ് നടത്തുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പ്രകാരം 27 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമാണല്ലോ ഭരണി. ഭരണിയാണ് നാളെ വരുന്നത്. ഭരണിയുടെ അധിപൻ സൗന്ദര്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമ്പത്തിൻ്റെയൊക്കെ കാര്യത്വമുള്ള ഭഗവാൻ ശുക്രനാണ്. എന്നാൽ ഇതിൻ്റെ ദേവത മരണദേവനായ യമധർമ്മരാജാവാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു ഭയമാണ് തോന്നുന്നതെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് പരിവർത്തനം എന്നതാണ്. അതായത് ഒരു മാറ്റം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഭൂമിയിൽ എങ്ങനെയായിരിക്കും നാളെ പ്രഭാവം ചെലുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഭരണി നക്ഷത്രമാണല്ലോ. ഭരണി നക്ഷത്രത്തിന് കപടതയുമില്ലാത്ത കണിശമായ സ്വഭാവം എന്ന് വേണം പറയാൻ. ഭരണി നക്ഷത്രക്കാർക്കും അങ്ങനെയാണ്. ഉള്ളിലൊന്ന് വെച്ച് പുറമേ മറ്റൊന്ന് ചമയുന്ന സ്വഭാവം ഇല്ല. അതുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യരുടെ മനസ്സിൽ വലിയ ദൃഢതയുണ്ടാകുന്ന, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഊർജ്ജമായ അല്ലെങ്കിൽ ശക്തമായ ഒരു വിശ്വാസം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. മടിയും ലേസിനെസ്സും മാറി കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കും. അത് ഭരണി നക്ഷത്രത്തിൻ്റെ സ്വാധീനമുള്ളതിനാൽ സാധിക്കുമെന്ന്. ഇനി നാളത്തെ ദിവസം ആളുകൾക്കല്പം സത്യസന്ധത കൂടുന്നതായ ഒരു ദിവസമായിരിക്കും. കള്ളത്തരങ്ങൾ കാണിച്ചാലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുവാനും കഴിയുന്ന ദിവസം. ആരെന്ത് കള്ളത്തരം കാണിച്ചാലും അത് ഒളിച്ചു വെക്കാൻ സാധിക്കില്ല. അത് ഈ ഭരണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പറയുകയാണ്, വീണ്ടും മനസ്സിലാക്കുക, ഓരോ ദിവസം ഓരോ നക്ഷത്രം വരുമ്പോഴും അതിൻ്റെ സ്വാധീനത്തിലായിരിക്കും. നമ്മൾ പറയാറുണ്ട്, ഇന്നലെ ഞാൻ നല്ല ആക്റ്റീവായിരുന്നു, ഇന്ന് എനിക്കറിയത്തില്ല, ആ ചെയ്ത കാര്യം തന്നെ ഇന്ന് ചെയ്തപ്പോൾ അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതിത് തന്നെയാണ്. ഓരോ ദിവസവും ഓരോ നക്ഷത്ര സ്വാധീനത്തിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് പറഞ്ഞാൽ
നമ്മൾ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ മഴയായിരിക്കും, കുറച്ച് അങ്ങോട്ട് ദൂരെ ചെല്ലുമ്പോൾ ഒരിടത്ത് വെയിലായിരിക്കും എന്ന് കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഗ്രഹങ്ങളും അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെയും ഒരു മാറ്റം ജീവിതത്തിൽ വരുന്നത്. അതേപോലെ ശുക്രൻ്റെ നക്ഷത്രം ആയകയാൽ തന്നെ പ്രകൃതിയിലെ പ്രത്യേക ഭംഗിയും ഒരു ആർദ്രതയൊക്കെ അനുഭവപ്പെടേണ്ട ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസമാണ് നാളെ വരുന്നത്. ഇനി ഇവിടെ യമൻ്റെ സ്വാധീനം ഉള്ളതിനാൽ നിയമവ്യവസ്ഥകൾ കർശനമാകുന്ന ഒരു അന്തരീക്ഷമായിരിക്കും നാളത്തെ ദിവസം ആകാശത്ത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പൂർണ്ണമായിട്ടും വന്നു ചേരുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. നാളെ ആകാശത്തിൽ ഗ്രഹങ്ങളുടെ വിന്യാസം എങ്ങനെയാണെന്ന് പുരാതന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ 2026 ഓഗസ്റ്റ് 6 നാളത്തെ ദിവസം പ്രപഞ്ചത്തിൽ വലിയൊരു ഊർജ്ജമാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് പ്രകാശത്തിൻ്റെ അധിപൻ ഭഗവാൻ സൂര്യനും അതേപോലെ ദേവഗുരു വ്യാഴവും കർക്കിടകം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ അപൂർവവും പവിത്രവുമായ ഒരു യോഗത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കൂടാതെ ചൊവ്വാഗ്രഹത്തെ പറ്റി പറയുമ്പോൾ ഊർജത്തിൻ്റെ ഗ്രഹമായ ചൊവ്വ മിഥുനത്തിലാണ്. ഇത് ആളുകളുടെ സംസാരത്തിൽ അല്പം മൂർച്ചയും സ്വാധീനവും കൂടുതലായിട്ട് നൽകുന്നതിന് നാളെ സഹായിക്കും. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രൻ മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇനി ശനി കുംഭം രാശിയിൽ വക്രഗതി സഞ്ചാരമാണ്. രാഹു മീനത്തിലും കേതു കന്നി രാശിയിലുമായിരിക്കും. അപ്പോൾ ഈ ഗ്രഹവിന്യാസം നമ്മൾ ഈ അധിവസിക്കുന്ന ഭൂമിയിൽ വലിയ സാമ്പത്തിക അതേപോലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. ഇനി അതുപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യങ്ങളിൽ തന്നെ വലിയ സമാധാന കരാറുകളൊക്കെ ഒപ്പുവയ്ക്കാനൊക്കെ നാളത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുറേ നാളുകളായിട്ട് തടസ്സപ്പെട്ട് അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നെന്ന് പറയില്ലേ, മുടങ്ങിക്കിടന്നതായ കാര്യങ്ങളൊക്കെ നടക്കാൻ, ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ബിസിനസ്സൊക്കെ തുടങ്ങുവാനും, വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നവരാണെങ്കിൽ അത് ഡ്രോപ്പായി ഇരുന്നവരാണെങ്കിൽ വേഗം വീട് നിർമ്മാണം നടത്താനും, വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ നാളെ ഒരുങ്ങി വരുന്നതിന് സാധ്യത കൂടുതലുള്ള ദിവസമാണ്. അപ്പോൾ ഈ ഗ്രഹവിന്യാസവും ഭരണി നക്ഷത്രത്തിൻ്റെ ഉദയവും കാരണം ഏറ്റവും കൂടുതൽ ഭാഗ്യം വരാൻ പോകുന്ന രാശികൾ ഏതാണ്, അവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവിച്ച ദുഃഖങ്ങൾക്ക് നാളെ മുതലൊരു മാറ്റം എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്നതുകൂടി നമുക്ക് വിശദമാക്കി നോക്കാം. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിക്കാർക്ക് കഠിനമായി അധ്വാനിച്ചിട്ടും അർഹമായ അംഗീകാരം കിട്ടാതിരുന്ന കുറച്ച് നാളുകളുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ, കടം തന്നവർ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുന്നതായ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ നാളെ ഭാഗ്യസ്ഥാനം ഉണരുന്ന ഒരു ദിവസമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഗ്രഹവിന്യാസ നിമിത്തം. അപ്പോൾ പുതിയ വരുമാനങ്ങൾ തുറക്കപ്പെടാനും ശത്രു ശല്യം പൂർണ്ണമായി മാറാനുള്ളൊരു സാധ്യതയാണ് നാളത്തെ ദിവസം കാണുന്നത്. അപ്പോൾ ഭാവിയെ ഓർത്തുള്ള ആശങ്ക കുറയാനും ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുമുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. കാർത്തിക, രോഹിണി, മകയിര, ഇടവം രാശി മനസ്സിലെപ്പോഴും ഒരു അകാരണ ഭയമായിരുന്നു ഇപ്പോൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്നത്. കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണമില്ല, പക്ഷെ ഭയമാണ്. കുറച്ചു നേരം സന്തോഷത്തിൽ ഇരിക്കും, പെട്ടെന്ന് എന്തോ ഒരു ഭയം മനസ്സിൽ വന്ന് കയറുന്നൊരവസ്ഥ. ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിൽ, അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ട്. പങ്കാളിയുമായിട്ട് മാനസികമായിട്ട് അല്പം ഒരു അകന്നു കഴിയുന്നതായ ഒരു അവസ്ഥ. എന്താ എപ്പോഴും നിനക്ക് ചിന്തകൾ മാത്രമാണല്ലോ, നീ എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരെ മറ്റുള്ളവരാൽ ചോദിക്കപ്പെടേണ്ടതായ ഒരവസ്ഥ. അപ്പോൾ ഇവിടെ മാറ്റം ഉണ്ടാകും. നാളെ നിങ്ങളുടെ രാശിയാധിപനായ ശുക്രൻ്റെ നക്ഷത്രമാണല്ലോ ഭരണി. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം പൂർണ്ണമായും നാളത്തെ ദിവസം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ് പാർട്ട്ണറെ കണ്ടെത്താനും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുകളിലൊക്കെ ലാഭം കണ്ടെത്താനൊക്കെ നാളത്തെ ദിവസം സാധിക്കും. മനസ്സിൻ്റെ ഭാരം നാളെ പൂർണ്ണമായി നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്ന ഒരു ദിവസമായിരിക്കും. മകയിരം, തിരുവാതിര, പുണർദം, മിഥുനം രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അനാവശ്യ തർക്കങ്ങളും കാരണം പോലീസ് സ്റ്റേഷനും കോടതി വഴക്ക് വരെ എത്തേണ്ട പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചെറിയ തർക്കം സംസാരത്തിൽ തുടങ്ങി വലിയ പ്രശ്നങ്ങളൊക്കെ ആയ കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യപരമായും അല്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാറ്റമുണ്ടാകും. ചൊവ്വ നിങ്ങളുടെ രാശിയുള്ളതിനാലും അതേപോലെ മനസ്സിൻ്റെ കാരകത്വം വയ്ക്കുന്ന ചന്ദ്രൻ അനുകൂലമായി നിൽക്കുന്നതിനാലും പ്രണയത്തിലായാലും അതേപോലെ ദാമ്പത്യത്തിലും വലിയൊരു മാറ്റം, സന്തോഷമൊക്കെ വരും. പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്ന നല്ല സമയമാണ്. ശ്രമം വിജയകരമായിട്ട് തന്നെ മാറും. അഥവാ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ കേൾക്കാൻ നാളത്തെ ദിവസവും ഭാഗ്യം കാണുന്നുണ്ട്. പുണർദം, പൂയം, ആയില്യം കർക്കിടകൻ രാശി ആര് സഹായിച്ചാലും
ആരെ സഹായിച്ചാലും കുറ്റപ്പെടുത്തലുകളാണ് നിങ്ങൾക്ക് തിരിച്ചു വരുന്നത്. മനസ്സ് നിറഞ്ഞാണ് സഹായിക്കുന്നത്. കയ്യിൽ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിച്ചിട്ടും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന അവസ്ഥ, മാനസികമായിട്ട് ഒറ്റപ്പെട്ടതായ അവസ്ഥ, ഒപ്പം നിന്നവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നതായ അവസ്ഥ. അങ്ങനൊരു അവസ്ഥയാണിപ്പോൾ. ഇപ്പോൾ ഇവിടെ സൂര്യനും വ്യാഴവും നിങ്ങളുടെ രാശിയിൽ ഒന്നിക്കുന്നുണ്ട്. അതിനാൽ വാക്കുകൾക്ക് മറ്റുള്ളവർ വില തരുന്നതായ സമയം, തള്ളിപ്പറഞ്ഞവർ തന്നെ ചേർത്ത് നിർത്താനായിട്ട് വരുന്ന സമയം, നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടും അത് കാണാതെ പോയവർ വരെ നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരാനുള്ളൊരു സാധ്യതയുമൊക്കെ ഈ സമയത്ത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇനി മകം, പൂരം, ഉത്രം, ചിങ്ങം രാശി. തൊഴിൽ മേഖലയിൽ മത്സരമുണ്ട്, അസൂയക്കാരുണ്ട്, സഹപ്രവർത്തകർ കാരണമുള്ള മാനസികമായ പരാജയങ്ങൾ, കൂടെ നിൽക്കുന്നവർ തന്നെ കുതുകാല് വെട്ടുന്നു, തോളെ കൈയിട്ട് ഒരു പാത്രത്തിൽ നിന്ന് കറി പകുത്ത് വാങ്ങിച്ച് കഴിച്ചവർ തന്നെയാണ് നിങ്ങളെ പുറകിൽ നിന്ന് കുത്തുന്നത്. നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. പക്ഷേ അതിന് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്നത് നമ്മളല്ല കൊടുക്കേണ്ടത്, ദൈവമാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമായി വരുന്നതിനാൽ രാശ്യാധിപനായ സൂര്യൻ വ്യാഴത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പദവികളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആരുമായിട്ടും വാക്ക് തർക്കത്തിനൊന്നും പോകരുത്. കാരണം ചില നല്ല പദവികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എടുത്തുചാട്ടം കൊണ്ട് അത് നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ചില പ്രൊമോഷനോ അല്ലെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട് ജോലിയിൽ. അപ്പോൾ രാഷ്ട്രീയ പിന്തുണയൊക്കെ ലഭിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപിന്തുണയൊക്കെ വർദ്ധിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ഒന്ന് ശാന്തമായിട്ടിരുന്നാൽ ആഗ്രഹിച്ച കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഉത്രം, അത്തം, ചിത്തിര, കന്നിരാശി. വിശ്വസിച്ച് പണം കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ ഒരു സാമ്പത്തിക കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ തുകയാണ് കൊടുത്തിരിക്കുന്നത്. കിട്ടാൻ ഒറ്റ ഇതായിട്ട് കിട്ടുമെന്ന് പറയാനും പറ്റത്തില്ല. കിട്ടുന്നില്ല എന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഗ്രഹങ്ങൾ അനുകൂലമാകിയാൽ കിട്ടാൻ സാധ്യത. അപ്പോൾ പൂർണ്ണമായിട്ട് കിട്ടുമോ എന്നതാണ് ഇവിടെ സംശയം. സ്വർണം വരെ പണയം വെക്കേണ്ടതായ അവസ്ഥയിലാണ്. ഒരിക്കലും പണയം വെക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും കടം വാങ്ങിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ അതാണൊരവസ്ഥ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ നാളത്തെ ദിവസം നമ്മൾ ദിവസഫലമാണ് നോക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഭരണി നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഉള്ളതിനാൽ ബുദ്ധിപൂർവമായ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ട ധനത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നതാണ് നാളെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരു ഭാഗ്യം ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി എന്ന ശുഭസൂചനകൾ ലഭിക്കാനുള്ള സാധ്യത ഗ്രഹങ്ങൾ നിമിത്തം നാളെ വന്നു ചേരും. അതേപോലെ ചിത്തിര, ചോതി, വിശാഖം, തുലാം രാശിക്കാർക്ക് സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം ജോലിക്കൂടുതൽ ഉണ്ടായിരുന്നു. അതിനാലാണ് ആരോഗ്യം അല്പം വീഴ്ചയിലേക്ക് വന്നത്. ജോലി ചെയ്യുന്നുണ്ട്, അത് കഠിനമായിട്ട് അങ്ങ് അധ്വാനം നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട്, മരുന്ന് കഴിക്കുക, ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ വേണമെങ്കിൽ കഴിച്ചോളാം, എനിക്ക് ജോലിയാ വലുത് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു തെറ്റല്ലേ? അതായത് ആരോഗ്യമല്ലേ സർവ്വധനാൽ പ്രധാനം. അപ്പോൾ അതിനെ പരിപാലിക്കുക എന്നതുകൂടിയുണ്ട്. ധനം വേണം ജീവിക്കാൻ, പക്ഷേ നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ശരീരം ഒന്ന് ശ്രദ്ധിക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുക, ജോലിയും ചെയ്യുക. ജോലി ചെയ്യേണ്ട എന്നിവിടെ പറയുന്നില്ല, പക്ഷേ ജോലി ചെയ്യുമ്പോൾ അവനവൻ്റെ ആരോഗ്യത്തെ കൂടി ഒന്ന് സംരക്ഷിക്കുക. മനസ്സിന് ഒരു നിമിഷം പോലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ തന്നെ അനുവദിക്കുന്നില്ല. ജോലിയുണ്ട്, സത്യം തന്നെയാണ്. പക്ഷെ അത് എപ്പോഴും അങ്ങ് ചെയ്ത് ജോലിയിൽ തന്നെ മുഴുകാതെ അവനവൻ്റെ കാര്യങ്ങൾക്ക് കൂടി അല്പം സമയം ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക. നാളെ നിങ്ങളുടെ രാശ്യാധിപനായ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയാണ്. അപ്പോൾ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നതിനാൽ തന്നെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാകും. അല്പം കൂടി വർക്ക് ഓവർലോഡൊക്കെ വരാനൊരു സാധ്യതയും കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വലിയൊരു ഭാഗ്യം വന്നു ചേരാനുള്ള സമയമാണ്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസം മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നുന്നു. കോളേജിൽ പോകുമ്പോഴായാലും നിങ്ങളോട് മറ്റുള്ളവർക്കൊരു അട്രാക്ഷൻ വരാനും, പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും വലിയൊരു വ്യക്തിത്വ പേഴ്സണാലിറ്റി വളരെയേറെ മറ്റുള്ളവർക്കൊരു പ്രകാശപൂരിതമായി തോന്നുന്ന ദിവസമായിരിക്കും. മൊത്തത്തിൽ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും നിങ്ങൾക്ക് തന്നെ ഒരു അല്ലെങ്കിൽ കോൺഫിഡൻസ് വരുന്ന ഒരു ദിവസമായിരിക്കും നാളെ. അതേപോലെ വിശാഖ, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിക്കാർക്കും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഈയിടെയായിട്ടൊരു വലിയ വഞ്ചനയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വഞ്ചന എന്ന് വെച്ചാൽ പണം പരമായ വഞ്ചനയെന്ന് മാത്രമല്ല,
ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ ആരോടും പറയല്ലേ, നിന്നോട് എനിക്ക് വളരെ വിശ്വാസം ഉണ്ടായിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെന്ന് വേറൊരു ചെവിയിൽ ആ വ്യക്തി പറഞ്ഞു കൊടുത്ത് അതുമൂലമുള്ള ചില പ്രശ്നങ്ങളുമുണ്ട്. പണം എന്ന് മാത്രമല്ല ഇവിടെ. അങ്ങനെ ഒരു വഞ്ചനയിൽ മാനസികമായിട്ട് നിങ്ങൾക്കും ഒരു വലിയ പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. മാനസികമായിട്ട് വലിയൊരു പ്രശ്നത്തിലൂടെ, പ്രശ്നമെന്ന് വെച്ചാൽ പ്രയാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള കാര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണെന്നല്ല ചിന്തിക്കേണ്ടത്. അതിന് മാറ്റം വരും. പുതിയ ഒരു സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വരാനും അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകാനും പഴയ കടങ്ങളൊക്കെ വീട്ടാനും മാനസിക സമാധാനം തിരിച്ചു പിടിക്കാനൊക്കെ സാധിക്കുന്ന ദിനങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് അതിനൊരു തുടക്കമാകുന്നുണ്ട് നാളത്തെ ദിവസം. മൂലം, പൂരാടം, ഉത്രാടം, അതായത് ധനുരാശിക്കാർക്ക് ഭാഗ്യം എപ്പോഴും കൈയകലത്തിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയായിരുന്നു. ദാ വന്നു പിടിച്ചോ എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോഴേക്കും നഷ്ടപ്പെട്ടു. അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. എല്ലാ കടമ്പയും ചെയ്ത് വന്ന് അവസാനത്തെ ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഭാഗ്യം നഷ്ടമാകുന്ന അവസ്ഥ. അവസാന നിമിഷം പരാജയപ്പെട്ട് ഒരു വലിയ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ഇടിവുണ്ടാകുന്ന ഇതിനപ്പുറം ഒന്നും തന്നെ വേണ്ട. മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം സൂര്യനോടൊപ്പം നിൽക്കുന്നുണ്ട്. അത് ഭാഗ്യദേവത കൂടെ ഉണ്ട് എന്നൊരു സൂചനയാണ്. അതിനാൽ മുതിർന്ന വ്യക്തികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ ചില പിന്തുണകളൊക്കെ, വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചില പിന്തുണകളുടെ സഹായത്താൽ ആഗ്രഹിച്ച നേട്ടങ്ങൾ നേടിയെടുക്കാനൊരു ഭാഗ്യം നാളെ കാണുന്നുണ്ട്. അത് തുടർന്നുള്ള സമയങ്ങളിലും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം, മകരം രാശി. കഠിനമായ ശനിദശയുടെയോ 7.5 ശനിയുടെയോ കാഠിന്യം കാരണം എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായി ഭവിച്ച ഒരു അവസ്ഥ. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്പം തുക കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏജൻറ്റിന് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ആരോടും പറയാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തതായൊരു അവസ്ഥ. അപ്പോൾ ഇവിടെ ശനിയുടെ വക്രഗതിയും നാളെ സംഭവിക്കുന്ന ചന്ദ്രബലവും ദുരിതങ്ങൾക്കൊരു ആശ്വാസം എന്നേ പറയാൻ പറ്റും. പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട പണം കയ്യിൽ വന്നു ചേരുമെന്ന് പറയുന്നത് വിഡ്ഢിത്തരമായി പോകില്ലേ. അപ്പോൾ അങ്ങനെയല്ല, ഒരു ആശ്വാസം വരും. അതായത് ചില വാർത്തകൾ ശുഭകരമായി കേൾക്കാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അപ്പോൾ അതിന് ഒരു മാറ്റം നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരും. അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശി. ദാമ്പത്യ ബന്ധത്തിലാണ് ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. പങ്കാളിയുമായിട്ടുള്ള ചില വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ. ആകെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടു പങ്കാളി എന്ന് പറയുന്നത് വിവാഹം മാത്രമല്ല, ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പങ്കാളിയുമായിട്ടും ഉള്ള പങ്കാളിത്തത്തിലുള്ള ചില പ്രശ്നങ്ങൾ, തകർച്ച പോലെയുള്ള, അതായത് ബിസിനസ്സിലും ചില പണം വീതം വെക്കുമ്പോഴുള്ള ചില ക്ലാഷുകൾ, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഭരണിയുടെ അനുകൂല സ്ഥാനം കാരണം പങ്കാളിയുമായിട്ടുള്ള അകൽച്ചയൊക്കെ മാറാനും ഇണക്കങ്ങൾ ഉണ്ടാകാനും ഒക്കെ നാളത്തെ ദിവസം നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ നാളത്തെ ദിവസം സ്വയമേവ വഴിവന്ന് നിങ്ങൾക്ക് ചേരുന്നതാണ്. വരുമാനവും ഒക്കെ വർദ്ധിക്കുന്ന ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനൻ രാശി. അനാവശ്യ ചിന്തകളാണ്. രാത്രിയിൽ ഉറക്കമില്ല, ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ഒരു അവസ്ഥ. ആരോഗ്യം ക്ഷയിച്ചു വരെ വരുന്നുണ്ട്. അതായത് ഉറക്കമില്ലാതിരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നു. ഓരോ ചിന്തകളാണ്. മക്കളുടെ വിദ്യാഭ്യാസം, ബാങ്കിൽ കടം എങ്ങനെ അടച്ചു തീർക്കും, അങ്ങനെ ഓരോ ചിന്തകൾ കാരണം ഉറക്കത്തിനെ വരെ നമ്മളിലേക്ക് വന്ന് നോക്കാൻ പറ്റാത്ത വിധം ഉറക്കം വരെ അകന്നു പോയൊരു അവസ്ഥയുണ്ട്. എന്നാൽ നാളത്തെ ദിവസം മുതൽ ആത്മീയമായിട്ട് അല്പം താല്പര്യം കൂടുന്ന സമയമാണ്. അല്ലെങ്കിൽ നമ്മളതിനെ താല്പര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് കൂടിയാണ്. വെറുതെ ചിന്തിച്ച് കാട് കയറിക്കഴിഞ്ഞാൽ മനസ്സാണ് പിടിച്ചാൽ കിട്ടില്ല. അതിനെന്താണ് വേണ്ടത്? ഏത് ദേവനെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും, ഏത് ദേവനാകട്ടെ അല്ലെങ്കിൽ ദേവിയാകട്ടെ, ആ ഒരു മന്ത്രത്തെ മുറുകെ പിടിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ആത്മീയ ബുക്കുകളൊക്കെ വായിക്കാനും ചെറിയ സംഗീതമൊക്കെ കേൾക്കാനൊക്കെ ശ്രമിക്കും. മനസ്സിനെ ചിന്തകളിലേക്ക്, ചിന്തയില്ലാത്ത മനുഷ്യരാരുമില്ല. എല്ലാവർക്കും ഒരു നിലയിൽ വേറൊരു തരത്തിൽ പ്രശ്നങ്ങളാണ്. എനിക്ക് മാത്രമാണ് പ്രശ്നമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മുടെ മഹാപ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചില ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, പ്രശ്നമില്ലാത്തവരായി ആരുമില്ല. അത് ഓർക്കുമ്പോൾ എൻ്റെ പ്രശ്നം ഏറ്റവും ലളിതമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അവിടെ നമ്മൾ ആ പ്രശ്നത്തെ തരണം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, എനിക്ക് ആത്മീയമായിട്ടുള്ള വഴികളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ലളിതമായി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും. അതല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു മന്ത്രം മനസ്സിൽ കാണാപ്പാഠം പഠിച്ചിട്ട്, അത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണ, അതങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഭഗവാനോട് പ്രശ്നം പറയുന്നത് പോലെ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുക.
അപ്പോൾ നമ്മുടെ പ്രശ്നം ഓട്ടോമാറ്റിക്കലി ഭഗവാനിലേക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ പ്രശ്നം സഫലമാവുകയും ചെയ്യും. നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അടുക്കുകയും ചെയ്യും. മനസ്സ് ഭഗവാനിലോട്ട് അടുക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. പക്ഷേ അത് ഭഗവാനിലേക്ക് മനസ്സ് എത്തിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നു വരും. നമ്മുടെ മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും പല 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 ചിന്തകൾ വരും. അങ്ങനെയാണ്. അപ്പോൾ ആ ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഒറ്റ തലത്തിലേക്ക്, ഭഗവാൻ എന്ന തലത്തിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. അത് ഒരു നിമിഷം കൊണ്ടൊന്നും സാധ്യമാവുകയില്ല. അപ്പോൾ നമ്മളതിനെ പാകപ്പെടുത്തി എടുക്കുക എന്നൊരു കടമ്പ നമുക്ക് ഉണ്ട്. അപ്പോൾ ദീർഘിപ്പിക്കുകയല്ല, കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ ചില യാത്രകളൊക്കെ വേണ്ടി വരുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ടൊക്കെ വളരെ ലാഭമുണ്ടാകുക. പറഞ്ഞു വന്ന ഇത്രയുമാണ്. ഒരു മന്ത്രം പഠിക്കുക, ആ മന്ത്രത്തിൽ കൂട്ട് ആവുക, ആ മന്ത്രത്തോട് തൻ്റെ വിഷമങ്ങൾ പറയുക, ആ മന്ത്രം മാറ്റിത്തരും, അല്ലെങ്കിൽ ആ ദേവൻ മാറ്റിത്തരും നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും. അപ്പോൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ നമുക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുകയുള്ളൂ, വഴി കാണിച്ചു തരികയുള്ളൂ. ആ വഴിയെ പോകേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിലും എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാനേ സാധിക്കൂ. അതിലൂടെ സഞ്ചരിച്ച് വിജയം നേടേണ്ടത്, അല്ലെങ്കിൽ മനസ്സമാധാനം നേടിയെടുക്കേണ്ടത് നിങ്ങൾക്കുള്ള കടമയാണ്. എനിക്ക് വാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല. പറഞ്ഞു തരാൻ സാധിക്കും. എന്നാൽ അറിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത്രമാത്രമേ എനിക്ക് സാധിക്കൂ. അതേപോലെ ഓരോ നാമപുസ്തകങ്ങളാണെങ്കിൽ ഏത് കാര്യത്തിനായാലും സാധിക്കുകയുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം ഈ വലിയ ഗ്രഹവിന്യാസം, ഭരണി നക്ഷത്രത്തിൻ്റെ ഉദയം നമുക്ക് പോസിറ്റീവ് ഊർജ്ജം ഭൂമിയിൽ നൽകുന്നുണ്ട്. ആ പോസിറ്റീവ് ഊർജ്ജത്തെ പരമാവധി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത് എടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം, അതുവഴി സാധിക്കും. അപ്പോൾ പുരാതന ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ചില പരിഹാരങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കാം. നാളെ വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ നാളെ ഏകദേശം ഒരു 6 മണിയോടുകൂടി, സൂര്യോദയ സമയമാണല്ലേ, ആ ഒരു 6 മണിയോടുകൂടി ഭഗവാൻ സൂര്യനെ വണങ്ങിക്കൊണ്ട് നാളത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങുക. കർക്കിടകത്തിലെ സൂര്യ വ്യാഴ യോഗത്തിൻ്റെ ഫലം സിദ്ധിക്കാൻ ഏറ്റവും അധികം ഉത്തമമായ പ്രക്രിയ എന്തെന്ന് ചോദിച്ചാൽ ഭഗവാൻ സൂര്യനെ, പ്രകാശം നമുക്ക് നൽകുന്ന ദേവൻ ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക എന്നതാണ്. ഇനി ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അപ്പോൾ നാളെ നിലവിളക്ക് കൊളുത്തി വൈകുന്നേരം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകമൊക്കെ ജപിക്കുന്നു. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് ദാരിദ്ര്യ ദോഷ മുക്തി എല്ലാം നൽകുന്ന, ദാരിദ്ര്യനെ ഇല്ലാതെയാക്കും, പടികടത്തി വിടും, അവിടേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരും, നെഗറ്റീവ് ഊർജ്ജങ്ങളെ പാടെ അകറ്റി നിർത്തുമെന്നതാണ്. അപ്പോൾ ഇവിടെ അറിയാമല്ലോ, യമദേവൻ്റെ നക്ഷത്രമാകിയാൽ നാളെ വിശക്കുന്ന ഏതെങ്കിലും ഒരു ജീവിക്ക്, അല്ലെങ്കിൽ വിശക്കുന്ന ഏതെങ്കിലും ഒരു വയറിന് അല്പം ആഹാരം നൽകുന്നത് ഏത് തീവ്രമായ ദോഷങ്ങളുടെയും കാഠിന്യം കുറയ്ക്കുമെന്നാണ്. അപ്പോൾ അതും ചെയ്യാൻ സാധിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് ഒരു നല്ല പ്രഭാതം ഉള്ളതുപോലെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് നേരെയാക്കിയെടുക്കാൻ ഭഗവാൻ കാണിക്കുന്ന ചെറിയ ചെറിയ വികൃതികളായിട്ടങ്ങ് കണ്ടാൽ മതി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കൂ, ഭഗവാനിൽ വിശ്വസിക്കൂ, നമ്മളിൽ സ്വയം വിശ്വസിക്കൂ. അപ്പോൾ നാളത്തെ ദിവസം പ്രപഞ്ചം നല്ല മാറ്റങ്ങളാണ് നൽകുന്നത്. അതിനെ കൈനീട്ടി വാങ്ങാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നാളത്തെ ദിവസം ഒരു വലിയ വിജയത്തിൻ്റെ തുടക്കമാകട്ടെ. നിങ്ങളുടെ വിജയ വാർത്തകൾ കേൾക്കാൻ എനിക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുമെന്ന്. അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. മനസ്സിലെപ്പോഴും ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്രയമായിട്ടുള്ളത് എന്ന ഒരു വിശ്വാസം മുറുകെ പിടിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. ഇതുപോലെയുള്ള നല്ല അറിവുകൾ നിങ്ങളിലേക്ക് തരാൻ എനിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.